ഇപ്പം എൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് ഇൻകത്തിനൊക്കെ കൂടുതൽ എക്സ്പെൻസ് ഉള്ള ഒരാളാണ് ഞാൻ. ഫോറക്സ് എന്താന്ന് കൂടി എനിക്ക് അറിയത്തില്ലായിരുന്നു. പുള്ളിക്കാരനാണ് പറഞ്ഞത് എന്താണ് ഫോറക്സും കാര്യങ്ങളും എന്താണ്. അപ്പോൾ എനിക്കിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് പുള്ളിയുടെ അടുത്തൊക്കെ. ഇങ്ങനെ കാര്യം ചെയ്തിട്ട് ഇതാണ് ഫോറക്സ്, ഇതിൽ നിന്നാണ് ഇങ്ങനെയാണ് പഠിക്കുന്നത്, ഇതാണ് പഠിക്കുന്നത്. ഇപ്പം വിത്ത് എക്സാമ്പിളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ പ്രൊഫഷൻ സീരിയസ്ലി ഇത് പഠിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ പ്രൊഫഷൻ എനിക്ക് മടുത്തു തുടങ്ങി. സുബിൻ എന്നാണ്. ഇപ്പോൾ 2.5 years ആയിട്ട് ഇവിടെ അലൈനിലാണ്, UAE അലൈനിലാണ് വന്നിട്ടുള്ളത്. അലൈനിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതും വർക്ക് ചെയ്യുന്നതും 2.5 years ആയിട്ട് അലൈനിൽ തന്നെയാണ്. വർക്ക് ചെയ്യുന്നത് ഷെഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ലൈക്ക് ടേറ സ്പെഷ്യാലിറ്റി കോഫി എന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കഫേയുടെ പേര്. ഇവിടെ ഞാൻ നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് ബാംഗ്ലൂരിലായിരുന്നു. സോ അവിടെ കുറച്ച് ഒരു 1.5 years വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. ട്രേഡ് ഞാൻ മുമ്പേ ചെയ്തിട്ടില്ല. ലൈക്ക് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഐ മീൻ എനിക്ക് സീറോ നോളജ് ആയിരുന്നു സീരിയസ്ലി. അപ്പം ഒരു ഫ്യൂ മന്ത്സ് ബിഫോർ എനിക്ക് സീറോ നോളജാണ്. എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഇതിനെ പറ്റിയിട്ട്. ട്രേഡിങ്ങിലേക്ക് വരാൻ കാരണം ലൈക്ക് ഞാനൊരു ആപ്പിൻ്റെ ആഡ് കണ്ടു കേട്ടോ. സീരിയസ്ലി ആപ്പിൻ്റെ ആഡ് കണ്ടു. ലൈക്ക് അതിന് അതിപ്പം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം അത് ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നില്ല. ഞാൻ ക്ലോസ് ചെയ്തു. ജസ്റ്റ് ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് വെച്ചാൽ ക്ലോസ് ചെയ്തു. ലൈക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതം $1 million ഒരു ആഡ് കാണിച്ചിട്ടുണ്ട് സീരിയസ്ലി. അപ്പം അതിൽ ഞാനിപ്പം നമ്മുടെ ഫൗണ്ടർ കെൻസ് ബ്രോൻ്റെ ഒരു ക്ലിപ്പിങ്സ് കണ്ടു. ലൈക്ക് എന്തിൻ്റെ 24 ന്യൂസിൻ്റെ. അപ്പോൾ ആ ഒരു ക്ലിപ്പിങ്സ് കണ്ടു. അപ്പം അതിൽ നിന്ന് ഞാനതിൽ യൂട്യൂബിൽ പോയിട്ട് എൻ്റെ ഫുൾ വീഡിയോസ് കണ്ടു. അങ്ങനെ അത് ക്ലോസ് ചെയ്തു. അപ്പോഴും എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ഒരു 50-50 ആ ഒരു തിങ്കാണ്. എനിക്ക് വലിയ ഇതൊന്നും വന്നില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കിയപ്പോൾ വീണ്ടും ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതം എനിക്ക് $1 million വേറൊരു ആഡ് കാണിച്ചു തന്നു. ഫോറക്സിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണിച്ചു തന്നു. ലൈക്ക് June 14th ബാച്ചിൻ്റെ ഒരു ആഡ് കാണിച്ചു തന്നു. അത് ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തു, ഫോം ഫില്ല് ചെയ്തു. യെസ്, എൻ്റെ ജിമെയിലും നമ്പറും വെച്ച് ഒന്ന് അപ്ലൈ ചെയ്തു. അത്ര ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ശേഷമാണ് നിങ്ങളെ മെൻറ്റർ ഉജ്ജൽ ബ്രോ വിളിച്ചു. ഉജ്ജൽ ബ്രോ ആയിട്ടുള്ള ഒരു ടോക്കിങ്സ് ആണ്. സീരിയസ്ലി ഞാൻ ഫ്ലാറ്റായതിൽ പുള്ളിക്കാരനോട് പുള്ളിക്കാരൻ എനിക്ക് കുറച്ച് ഐഡിയാസ് പറഞ്ഞു തന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് ഒന്ന് എനിക്കത് മെൻറ്റർ ചെയ്തു, കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്ത് തന്നു, എല്ലാ കാര്യങ്ങളും. അങ്ങനെയാണ് ഇതിലേക്ക് പഠിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിൽ എനിക്ക് വന്നത്. ഇത് പഠിക്കാം കൊള്ളാം. സീരിയസ്ലി ഐ എം തിങ്കിങ് അബൌട്ട് സ്റ്റോപ്പ് മൈ പ്രൊഫഷൻ. സീരിയസ്ലി ഇപ്പം പ്രൊഫഷനൊക്കെ എനിക്ക് എൻ്റെ പ്രൊഫഷൻ സീരിയസ്ലി ഇത് പഠിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ പ്രൊഫഷൻ എനിക്ക് മടുത്തു തുടങ്ങി. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നതും. പിന്നെ June 14th ബാച്ചിലേക്ക് അഡ്മിഷൻ സെറ്റ് ചെയ്തു. അപ്പം അതിൽ നിന്നാണ് തുടങ്ങിയത്. അതായിരുന്നു ഒരു ജേണി എന്ന് പറയാം. വേറെ എനിക്കൊരു നോളജും ഇല്ല. അപ്പം ഇതിനെപ്പറ്റി ഈ June 14th ബാച്ച് അതിന് മുന്നേ പുള്ളി എനിക്ക് പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു, റീൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു തന്നു. അപ്പം അതിൽ നിന്നാണ് ഞാൻ എന്ന് തുടങ്ങുമായിരുന്നു. എന്താണ് ഫോറക്സ്, ഐ മീൻ ഫോറക്സ് എന്താണെന്ന് കൂടി എനിക്ക് അറിയത്തില്ലായിരുന്നു. സീരിയസ്ലി എന്താണ് ഫോറക്സ് എനിക്കറിയത്തില്ല. അപ്പം പുള്ളിക്കാരനാണ് പറഞ്ഞത് എന്താണ് ഫോറക്സും കാര്യങ്ങളും എന്താണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പം കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന പറയുമ്പം ഞാൻ ഡ്യൂട്ടിയുടെ ഇടയ്ക്കൊക്കെ ഞാൻ പോകും. എനിക്ക് Q&A ഉണ്ട്, 7 മണിക്ക് Q&A ഉണ്ടെന്നും പറഞ്ഞൊക്കെ ഞാൻ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട് ചോദിക്കും എന്താ പഠിക്കുന്നത്. ഫോറക്സ്. എന്താ ഫോറക്സ്? ഫോറിൻ എക്സ്ചേഞ്ച്. എന്താ ഫോറിൻ എക്സ്ചേഞ്ച് പഠിക്കുന്നത്? അപ്പോൾ എനിക്കിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് പുള്ളിയുടെ അടുത്തൊക്കെ. ഇങ്ങനെ കാര്യം ചെയ്തിട്ട് ഇതാണ് ഫോറക്സ്, ഇതിൽ നിന്നാണ് ഇങ്ങനെയാണ് പഠിക്കുന്നത്, ഇതാണ് പഠിക്കുന്നത്. അപ്പം വിത്ത് എക്സാമ്പിളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഇത് ചെയ്യുന്നതിലും പഠിക്കുന്നതിലും. ഇപ്പം ഓരോ ദിവസവും ഓരോരോ നോളജ് കിട്ടുന്നു. എന്താണ് അപ്പം ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത് എന്താണെന്ന് സീരിയസ്ലി ഇപ്പം പെട്ടെന്ന് പഠിച്ചിറങ്ങുന്നൊരു പരിപാടിയല്ല. ലൈക്ക് എന്താ, ഇത് ഒരുപാട് നമുക്ക് പെട്ടെന്ന് തീർക്കുന്ന ഒരു പരിപാടി അല്ല എന്നും എനിക്ക് മനസ്സിലായി. എനിക്ക് മാനേജ്മെൻറ്റ് എന്നുള്ളത് എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. മാനേജ്മെൻറ്റ് ഇപ്പം എൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് ഇൻകത്തിനൊക്കെ കൂടുതൽ എക്സ്പെൻസ് ഉള്ള ഒരാളാണ് ഞാൻ സീരിയസ്ലി. അപ്പം അത് എങ്ങനെ ചിന്തിച്ച് ആ ഒരു രീതിയിലാണ് ഇപ്പം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിലേ നമുക്കൊരു നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കി. അപ്പം അതിനു വേണ്ടി എന്ത് ചെയ്യാം. അപ്പം ഞാൻ ഇത് എടുത്തപ്പോഴത്തോട്ട് ഞാൻ ചിന്തിക്കുന്ന കാര്യം അതാണ്. ഫോറക്സ് ഇപ്പോൾ പഠിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ പിന്നെ എൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ ഇൻകം എങ്ങോട്ട് പോകുന്നു, ലൈക്ക് പ്രോപ്പറായിട്ടൊരു സേവിങ്സും കാര്യങ്ങളും ഒന്നുമില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നിട്ട് ഇത് പഠിച്ച് ഇതും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇത് എടുത്തതിന് ശേഷം ചിന്തിച്ചു. അതിനുശേഷമാണ് ഞാൻ ഇപ്പോൾ പൈസ സേവ് ചെയ്യണം, മണി സേവ് ചെയ്യണം, അപ്പോൾ ഇതിനു വേണ്ടി സെറ്റ് ചെയ്യണം, അത് നോക്കണം, ഇത് നോക്കണം, എൻ്റെ അനാവശ്യമായ എക്സ്പെൻസുകളെല്ലാം ഒഴിവാക്കണം. സീരിയസ്ലി മണി മാനേജ്മെൻറ്റ് അതാണ് എൻ്റെ ഉദ്ദേശം തന്നെ. അതിന് വേണ്ടിയിട്ടാണ് സീരിയസ്ലി പൈസ സേവ് ചെയ്യാൻ, പൈസ മാനേജ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു എനിക്ക്. ഇപ്പം ഇതിന് വേണ്ടിയിട്ടപ്പം എനിക്ക് ഇതിന് വേണ്ടി മാറ്റി വയ്ക്കും. ഇപ്പം ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, ഞാൻ മാറ്റി വയ്ക്കുന്ന ഒരു സേവിങ്സ് എനിക്ക് സ്കിൽഡായി കഴിഞ്ഞിട്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു
മൈൻഡ് സെറ്റ് എനിക്കിപ്പോൾ ഉണ്ട് സീരിയസ്ലി. അത് മെയിനായിട്ടുള്ള കാര്യം അതാണ് സീരിയസ്ലി. ഇപ്പം നോർമലി എൻ്റെ ഡ്യൂട്ടി അവേഴ്സ് എന്ന് പറയുന്നത് 9 അവേഴ്സാണ്. പ്ലസ് ഓവർ ടൈം എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 12 അവേഴ്സ് 13 അവേഴ്സ് വരും. അതിൽ ഞാൻ ടൈം കണ്ടെത്തുന്നുണ്ട്. എനിക്ക് പഠിക്കാനുള്ള സമയം ഞാൻ കണ്ടെത്താൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പഠിക്കാനുള്ള സമയം കണ്ടെത്തുന്നുണ്ട്. ലൈക്ക് എന്താ പറയുക, Q&Aയുടെ ഓരോ കോഴ്സ് വീഡിയോസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് എനിക്കിരുന്ന് നോക്കാനുള്ള ടൈം നമ്മൾ വിചാരിച്ചാൽ എനിക്ക് പറ്റുന്നുണ്ട്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ ടൈം കണ്ടെത്താൻ പറ്റും. നമുക്കിപ്പോൾ നമ്മുടെ കാര്യം ചെയ്യാൻ നമ്മുടെ പ്രൊഫഷണൽ ഉള്ള ആ ഒരു ജോലി ഉള്ളത് കാരണം നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ഫെയിലിയറാണ്. നമ്മൾ ഫെയിൽ ആവുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പം അതിൽ നിന്ന് ഒരു അധികമൊന്നുമില്ല. ഇപ്പം എൻ്റെ ട്രെയിനർ പറഞ്ഞിട്ടുള്ള കാര്യം ഒരു ഹാഫ് ആൻ അവറെങ്കിലും കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പം ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം പഠിക്കുന്ന കാര്യമായാലും എല്ലാം കൊണ്ടും കോഴ്സ് പഠിക്കുന്നതായാലും ഇപ്പം നമുക്ക് എവിടെ നിന്നെങ്കിലും ഇപ്പം ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ ഇതിനെപ്പറ്റിയൊക്കെ കാണുമ്പം ഇൻട്രസ്റ്റഡ് ആയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം വായിച്ച് കിട്ടുമ്പോൾ അതൊരു നോളജായിട്ട് കിട്ടുന്നു. അപ്പം അപ്പോഴും ഒരു എന്താ പറയുക, ഒരു ടൈം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പറ്റും, എന്തായാലും പറ്റും. ഇപ്പം 15 അവേഴ്സ് ജോലിയുള്ള ഒരാളായാലും ഇൻ ബിറ്റ്വീൻ ഒരു ടൈമിൽ ഇത് ചെയ്യാം, പഠിക്കാം, നോളജ് ഉണ്ടാക്കാൻ പറ്റും. നോളജ് ഉണ്ടാക്കാം, സ്കിൽഡ് ഉണ്ടാക്കാൻ ഓൾമോസ്റ്റ് അതിന് വേണ്ടി ഒന്ന് ഇരിക്കേണ്ടി വരും. എന്നാലും പഠിക്കാനാണെങ്കിൽ പഠിക്കാൻ പറ്റും. ഫോറക്സ് സ്കാമാണെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് അവർക്ക് അതിനെപ്പറ്റി നോളജ് ഇല്ല, അവരതിനെപ്പറ്റി പഠിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കും സ്കാമാന്ന് പറയുന്നത്. എനിക്കതിനെപ്പറ്റി ഫോറക്സ് എന്ന് പറയുമ്പോൾ ട്രേഡിങ് അപ്പോൾ ഞാനായാലും ശരി, ഇതിന് മുന്നേ ഇത് അറിയത്തില്ലായിരുന്നു. എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനതിന് അഭിപ്രായം പറയാനും പോയിട്ടില്ല. അറിയാത്തൊരു കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പഠിച്ചിട്ട് വേണമല്ലോ അഭിപ്രായം പറയാം, ഏതൊരു കാര്യമായാലും. നോളജ് ഇല്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറയാം. ലൈക്ക് ഞാൻ ചിന്ത ചെയ്യുന്നൊരു വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ സാലറി വെച്ചിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നുണ്ട് എനിക്ക് ഡെയിലി ഇൻകം ഉണ്ട്. ആ ഒരു ഇൻകം എനിക്ക് ഡെയിലി ഫോറക്സിൽ കൂടെ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ കൂടെയാണ് ഞാൻ നോക്കുന്നത്. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് ഒരു 1000, ഇപ്പം 2000 കിട്ടുന്ന ഒരു 1000 ദിർഹംസ് എക്സ്ട്രാ കിട്ടും എന്നുള്ളതല്ല. ഞാൻ നോക്കുന്നത് നേരെ ഒരു ഡബിൾ ഓർ ട്രിപ്പിൾ അത്രയും കിട്ടിക്കഴിഞ്ഞ് വെച്ചാൽ അല്ല ഞാൻ ചിന്തിക്കുന്നത്. അപ്പം അത്രയും അല്ല, എനിക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പം ഞാൻ അതിൽ തന്നെ ആദ്യത്തിൽ പറയുന്നതൊക്കെ തന്നെ ഇത്രയും ഒരു ടാർഗറ്റിലും ഒരു ഡിസിപ്ലിനിലും പോകുന്ന രീതിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ ചിന്തിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ സാലറി സൈഡിൽ അത് ചിന്തിക്കുന്നില്ല. സാലറി നമുക്കുണ്ടെന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ഇതിൽ നിന്ന് ഇപ്പം ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്യുന്ന കാര്യം, അപ്പം നമ്മുടെ ആദ്യത്തെ സെഷനിലൊക്കെ ആ ഒരു കാര്യം ഡിസിപ്ലിനായിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം, ഇമോഷണലും കാര്യങ്ങളും, റിസ്ക് റിവാർഡ് അതെല്ലാം പറയുന്നതിന് അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഡിസിപ്ലിനായിട്ട് 1 വീക്ക് നമ്മളൊരു ഇത് വയ്ക്കുക, നമുക്കായിട്ടുള്ളൊരു ടൈം ടേബിൾ വയ്ക്കുക. ഇത്ര ട്രേഡ് ചെയ്ത് നമ്മൾ നിർത്തുമെന്ന് വയ്ക്കുക. ഇത്ര ട്രേഡിങ് ലൈക്ക് എന്താ പറയുക, ഈ ഒരു പ്രോഫിറ്റ് ആകുമ്പോൾ നമ്മൾ നിർത്തുമെന്ന് വയ്ക്കുക. അപ്പം നമുക്കിപ്പം ഒരു മാസത്തെ സ്കെഡ്യൂൾ അല്ലെങ്കിൽ ഒരു വീക്കിലെ സ്കെഡ്യൂൾ ഇപ്പോൾ 2 ദിവസം കൊണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റായി, പക്ഷേ നമ്മൾ നിർത്തുക. എക്സ്ട്രാ ആയിട്ട് ഒരുപാട് ട്രേഡ് ചെയ്ത് അങ്ങനെ പോകാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം ഡിസിപ്ലിനായിട്ട് അതൊരു കാര്യം ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഞാനിപ്പം എൻ്റെ സാലറി കിട്ടുമ്പോൾ അപ്പോൾ അതിന് ഇത്ര ഡബിൾ ത്രിബിൾ കിട്ടും എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. സാലറി വേറെ, ഇത് വേറെ, ഇതിൽ നിന്നുള്ള ഇൻകം വേറെ, സാലറി കിട്ടുന്നത് വേറെ. ഇല്ലില്ല. എൻ്റെ അമ്മ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ഈ വർഷം ഏതെങ്കിലും ഒരു കോഴ്സ് നീ പഠിക്കുമെന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞുവെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ അത് ഇതിന് ശേഷമാട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പം കോഴ്സ് എടുക്കുന്ന കാര്യമായാലും അതിൻ്റെ കാര്യത്തിൽ ഞാൻ സിസ്റ്ററെ വിളിച്ചത്. ഞാൻ എൻ്റെ സിസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. അപ്പം ഭയങ്കര ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ ഒരു രീതിയിൽ. ഇപ്പം ഞാൻ കുറച്ച് റീൽസൊക്കെ അനിയത്തിക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പം ഇങ്ങനെ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്, എന്താണ് അഭിപ്രായം, കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്, എന്നാൽ പഠിച്ചോ. എൻ്റെ സിസ്റ്റർ, അപ്പം എൻ്റെ അനിയത്തിയാണെങ്കിൽ കൂടിയും ഞാനൊരു ചേച്ചിയായിട്ട് കൺസിഡർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പുള്ളിക്കാരത്തി പറഞ്ഞു ഓക്കെ. അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ വിളിച്ചിട്ടും ഇത് തന്നെയാണ് പറഞ്ഞത്. അമ്മയോടും പറഞ്ഞു ഞാനിത് പഠിക്കാൻ പോവുകയാണ്, ഇത് പഠിക്കാൻ പോവുകയാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഇല്ലില്ല, എന്താണെന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, എന്താണെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഫോറക്സ് ട്രേഡിംഗ് ആണ്. അപ്പോൾ അവർക്ക് അറിയത്തില്ല എന്താണെന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ട്രേഡിംഗ് ഉണ്ട്, ഫോറിൻ കറൻസി വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നതാണ്, എക്സ്ചേഞ്ചാണ്, ഫോറിൻ എക്സ്ചേഞ്ചാണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. എനിക്കപ്പോഴും അറിയാമായിരുന്നു ഈ വർഷം ഏതെങ്കിലും കോഴ്സ് പഠിക്കാൻ പോകും. എൻ്റെ മമ്മി പറഞ്ഞത് അതാണ്. അപ്പോൾ ഫാദർ ആയാലും അത് തന്നെ പറഞ്ഞത്. പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്നത് ഒരു ട്രേഡിങ്സ് ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരത്തി എന്നെ ഇതുവരെ ഒരു ട്രേഡിലേക്ക് അപ്രോച്ച് ചെയ്തിട്ടില്ല ഒരിക്കലും. അവിടെ വർക്ക് ചെയ്യുന്നതായാലും പുള്ളിക്കാരത്തി ഒരു സെയിൽ കിട്ടുമെന്നും പറഞ്ഞിട്ട് എന്നെ ഇതുവരെ ഫോഴ്സ് ചെയ്തിട്ടില്ല. അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കും അറിയത്തില്ല സ്റ്റാർ എന്ന് അവർ ഇതിൽ പറയുന്നതേ ഉള്ളൂ. ഞാനത് ചിന്തിച്ചിട്ട് പോലില്ല, എനിക്കറിയത്തില്ലല്ലോ, അപ്പോഴും അറിയത്തില്ല.
ഞാനിത് ജോയിൻ ചെയ്ത് ഞാനിങ്ങനെ പഠിച്ച് ട്രേഡ് ചെയ്യുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് അവിടെ ചോദിച്ചു. ഇതിങ്ങനെ കണ്ടപ്പം ഇപ്പം ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നപ്പം അപ്പോൾ പറഞ്ഞു പഠിച്ചിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അല്ലാതെ ഞാൻ വേറെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് പഠിച്ച് ട്രേഡ് ചെയ്യുന്നതും അങ്ങനെ ഇങ്ങനെ ട്രേഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനും വിചാരിച്ചു പഠിച്ചിട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടും ചോദിച്ചു, ഞാൻ പഠിച്ചിട്ട് ട്രേഡ് ചെയ്താലോ? ഓക്കെ, പഠിച്ചിട്ട് തന്നെ ട്രേഡ് ചെയ്തോ. എല്ലാം സെയിം ഡേ തന്നെയായിരുന്നു. ഇപ്പം ഇവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതും അവിടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് ട്രേഡ് ചെയ്താൽ മതി എന്നാണ് അവിടെ നിന്നും തന്നത്. അപ്പം എനിക്ക് അവിടെ പുള്ളിക്കാരത്തേക്കും കുറേ കാര്യങ്ങൾ പറഞ്ഞു. പുള്ളിക്കാരത്തി ആദ്യമായിട്ടാണ്. അപ്പം പുള്ളിക്കാരത്തേക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്, പുള്ളിക്കാരത്തി എനിക്കും പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു രീതിയിൽ മെൻ്റൽ സപ്പോർട്ട് പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ലൈക്ക് നമ്മളിപ്പം ഫ്രീ ആയിട്ട് അല്ല യൂട്യൂബ് നോക്കി പഠിക്കുന്നതല്ല. ലൈക്ക് നമുക്കൊരു സപ്പോർട്ടുണ്ട്. ഇപ്പം നമുക്കിങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പറഞ്ഞ് തരും, നമ്മളെ പ്രോബ്ലം സോൾവ് ചെയ്ത് തരും എന്നുള്ളൊരു 100% ഉറപ്പായിട്ടുള്ളടത്ത് പഠിക്കുമ്പം അത് കിട്ടുമല്ലോ. അത് വേറൊരു എക്സ്പീരിയൻസ് ആണല്ലോ. മെയിൻ കാര്യം അവരിതിൻ്റെ റിട്ടേൺ എന്താണെന്ന് ചിന്തിക്കുന്നില്ല. നമുക്ക് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പൈസ റിട്ടേൺ കിട്ടും. നമ്മൾ എഡ്യൂക്കേഷനിൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് നോളജ് കിട്ടുന്നുണ്ട്. നോളജ് വെച്ചിട്ട് നമുക്ക് ഇതിനൊക്കെ കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല. അപ്പോഴത്തെ ഉള്ളൊരു മൈൻഡ് സെറ്റാണ് കേട്ടോ അത്. ഇതിന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്? അപ്പോൾ എനിക്കുണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഫണ്ട് മുടക്കി പഠിക്കുന്നു, അതിനൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇപ്പോഴല്ല, സമയമെടുക്കും, പക്ഷെ കിട്ടും. സമയമെടുത്ത് കിട്ടും. പക്ഷേ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആദ്യം തൊട്ട് സ്കൂളിൽ കോളേജിലൊക്കെ പൈസ കൊടുത്ത് എന്തിനാണ് പഠിക്കുന്നത്? എന്തിനാ പഠിക്കുന്നത്? ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയല്ലോ പഠിക്കുന്നത്. നമ്മളൊരു സാധനം പഠിക്കുകയല്ലേ, ഒരു സ്കില്ല് പഠിക്കുകയല്ലേ. അതിൻ്റെ സമയം കൊടുക്കണം. സ്കിൽ പഠിച്ച് കിട്ടാൻ സമയം എടുക്കും. പക്ഷെ എനിക്കൊരു ഫുൾ ടൈം ട്രേഡർ ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് സീരിയസ്ലി ഇപ്പം തുടങ്ങിയപ്പോൾ തൊട്ട്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ നോളജ് കിട്ടി തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ചിന്തിക്കുന്നത് ഒരു ഫുൾ ടൈം ട്രേഡർ ആവുക. ഐ മീൻ എൻ്റെ പ്രൊഫഷൻ പയ്യെ നോക്കിയിട്ട് ഇതിലേക്ക് ഇറങ്ങുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്കിപ്പോഴും ഇപ്പോൾ വരെ ഉള്ളത്. ഇപ്പോൾ ഞാനതിൽ ഇപ്പം അന്നൊരു Q&A സെഷനിൽ ഇപ്പം ജിത്തു സാറിൻ്റെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, ലൈക്ക് നിങ്ങളിപ്പം ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. പൈസ എന്തെങ്കിലും ഉപകരിച്ചാലല്ലേ പറ്റത്തുള്ളൂ. നിങ്ങളിപ്പം 20 ഡേയ്സ് ട്രേഡ് ചെയ്യുക, 10 ഡേയ്സ് ട്രിപ്പ് പോവുക. അപ്പോൾ ഞാൻ ചിന്തിച്ചു 10 ഡേയ്സ് ട്രിപ്പ് പോയാൽ പണിക്കാരും. അപ്പോഴാണ് ചിന്തിച്ചത് ഇതിനിപ്പോൾ ഇത് തന്നെ ഇതൊരു ഫുൾ ടൈം ട്രേഡർ ആയിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെയ്യാമല്ലോ. നമുക്ക് ജോലി ഉണ്ട്, ഇപ്പം ജോലി പയ്യെ ചേഞ്ച് ചെയ്യാം. അപ്പം പ്രൊഫഷൻ ഇതാക്കി മാറ്റുന്നതിനെ പറ്റി നല്ല അഭിപ്രായമാണ്. എനിക്ക് നല്ല അഭിപ്രായമാണ്. പെട്ടെന്ന് എടുത്തു ചാടി അങ്ങോട്ട് മാറാതിരിക്കുക. ലൈക്ക് തിങ്ക് ചെയ്യുക, നമ്മൾ നിൽക്കുന്ന പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കുക, എന്നിട്ട് പഠിക്കാൻ നോക്കുക. ലൈക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ള മൈൻഡ് സെറ്റിൽ വന്നിട്ട് ഒരു കാര്യമില്ല. സോ അതിപ്പോൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. സീരിയസ്ലി അത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന കാര്യം എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാം. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. ഒരാളത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ലൈക്ക് ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ, പെട്ടെന്ന് പൈസ ഉണ്ടാക്കും, നീ ട്രേഡിങ് ചെയ്യും എന്ന് പറഞ്ഞതൊക്കെ. പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്നതല്ല ട്രേഡിങ്. ഫസ്റ്റ് നിങ്ങൾ പഠിക്കുക, എന്താണെന്ന് മനസ്സിലാക്കുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. മാക്സിമം സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഒരു ടൈം കൊടുക്കുക, നിങ്ങൾ സ്പെൻഡ് ചെയ്യുക, അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, എന്നിട്ട് ട്രേഡ് ചെയ്യുക. പൈസ ഉണ്ടാക്കും, ഓഫ് കോഴ്സ് ഇൻകം വേണം, പക്ഷേ ടൈം കൊടുക്കുക. ട്രസ്റ്റ് ദ പ്രോസസ്.